സഹോദരങ്ങളെ, ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യരിൽ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. കുറേ ആളുകൾ വിശ്വസിക്കുന്നത് ഒരുപാട് ദൈവങ്ങളുണ്ടായാലേ ഈ ഭൂമി, പ്രപഞ്ചം പ്രവിശാലമായി കാണുന്ന ഈ മഹാത്ഭുതങ്ങളൊക്കെയും നിലനിൽക്കുകയുള്ളൂ എന്നാണ്. ചില ആളുകൾ വിശ്വസിക്കുന്നത് ഒരുപാടൊന്നും ദൈവങ്ങളില്ലെങ്കിലും ഒന്നിലധികം ദൈവവിശ്വാസമുണ്ടെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ ശരിയാവണ്ണം നടക്കുകയുള്ളൂ എന്നാണ്. മറ്റു ചില വിശ്വാസികൾ മനുഷ്യരിലുണ്ട്. അവർ പറയുന്നത് ഒരൊറ്റ ദൈവം മതി എന്നാണ്. മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ച, ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന, മരണമില്ലാത്ത, എന്നെന്നും ജീവിക്കുന്ന ഒരു ആരാധ്യനുണ്ടെങ്കിൽ അവൻ മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവരും ലോകത്തുണ്ട്. അവരെ മറ്റുള്ള ആളുകൾ വിളിക്കുന്നത് മുസ്ലിങ്ങൾ എന്നാണ്. ഇനിയൊരു ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു ഭാഗം ആളുകളുണ്ട്. ഈ കാണുന്ന മഹാ അത്ഭുതങ്ങൾക്ക് പിന്നിലൊന്നും ഒരു സൃഷ്ടാവേ ഇല്ല, അതൊരു മിഥ്യാധാരണ മാത്രമാണ്. പകലും രാവും, മഴയും കാറ്റും വെയിലും, കടലും കാടും, കാട്ടിലെ ഒരുപാട് ജീവികളും കടലിലെ ഒരുപാട് ജീവികളും ഒരുപാട് മഹാത്ഭുതങ്ങളും, സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ കറക്കവും നടത്തവും, ഇതൊക്കെയും നിയന്ത്രിക്കാൻ ഒരു സൃഷ്ടാവിന്റെ ആവശ്യമില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് വിവരമില്ലാത്ത ചില ആളുകളുടെ വിശ്വാസമാണ് എന്ന് പറയുന്ന മഹാബുദ്ധിയുള്ള, യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ചെറിയൊരു വിഭാഗവും നമ്മുടെയൊക്കെ പരിസരങ്ങളിലുണ്ട്. അവർ പറയുന്നത് ഒരു ഇലാഹും ഇല്ല എന്നാണ്. അങ്ങനെ വിശ്വസിക്കുവാൻ അവർക്ക് അവകാശമുണ്ട്, അത് അവരുടെ വിശ്വാസമാണ്. എന്നാൽ ലോകത്തിൽ വ്യത്യസ്ത വിശ്വാസങ്ങൾ ഉള്ളവരിൽ വളരെ ശ്രദ്ധേയമായ വിശ്വാസികളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ. മുസ്ലിങ്ങളുടെ വിശ്വാസം, അവർക്ക് എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്തു പ്രയാസമുണ്ടെങ്കിലും അവരുടെ സ്രഷ്ടാവിന്റെ മുമ്പിൽ മാത്രമേ അത് അപേക്ഷയായിട്ട്, പ്രാർത്ഥനയായിട്ട്, ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയുള്ളൂ. അവർക്ക് മറ്റേതെങ്കിലും ശക്തികളോടോ വ്യക്തികളോടോ ആരാധനയില്ല, അവരോട് പ്രാർത്ഥനയില്ല. അവരിൽ നിന്ന് ഈ തരത്തിലുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ആളുകളാണ്. എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് മാത്രമേ പറയുകയുള്ളൂ എന്നതാണ് മുസ്ലിങ്ങളായ ആളുകളുടെ വിശ്വാസം. ആ വിശ്വാസത്തിന് ബലം നൽകുന്ന ഒരു പ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിൽ മുഴുവൻ പ്രാർത്ഥനകളും, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് പല കാലങ്ങളിലായിട്ട്, പല യുഗങ്ങളിലായിട്ട്, പല സ്ഥലങ്ങളിലേക്ക്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അയക്കപ്പെട്ട അവന്റെ പ്രവാചകന്മാരുടെയൊക്കെ പ്രാർത്ഥനകൾ ഈ പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ പ്രാർത്ഥനകൾ മുഴുവനും സൃഷ്ടാവിനോട് മാത്രമാണ്. ആ സൃഷ്ടാവിനെ പരിചയപ്പെടുത്താൻ അവസാനമായി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധ പ്രവാചകനും മുസ്ലിം ഉമ്മത്തിന് ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. അതല്ലാത്ത ഒരുപാട് പ്രാർത്ഥനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ വ്യത്യസ്ത സമയങ്ങളിൽ പറയുവാനുള്ള, പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനകൾ മുഴുവനും, റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ മുഴുവനും സൃഷ്ടാവിനോട് മാത്രമാണ്. ഏതെങ്കിലും വ്യക്തികളോടോ ശക്തികളോടോ മഹാന്മാരോടോ മറഞ്ഞവരോടോ മരിച്ചുപോയവരോടോ അങ്ങനെ ഏതെങ്കിലും ശക്തി വ്യക്തികളോട് തേടുന്ന ഒരു പ്രാർത്ഥനയുടെ ശകലം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും അതിന് പരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയുള്ള പ്രാർത്ഥന മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ്. അതാണ് മുസ്ലിങ്ങൾ. ഇതിന് ചില ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പറയാം.
ലോകത്ത് നിന്ന് ആദ്യമായിട്ടൊരു മനുഷ്യൻ അവന്റെ സ്രഷ്ടാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ മനുഷ്യരും അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവന്റെ അവസാനത്തെ പ്രമാണമായ പരിശുദ്ധ ഖുർആനിൽ ആ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊന്നും ഒരിക്കലും കേൾക്കാൻ സാധ്യതയില്ലാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത, മനുഷ്യരുടെ പൂർവ്വപിതാവായ അബൂബഷർ ആദം അലൈഹിസ്സലാം ഭൂമിലോകത്ത് നിന്ന് ആദ്യമായിട്ട് തന്റെ സ്രഷ്ടാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് ഒരു മുസ്ലിം സഹോദരന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആ പ്രാർത്ഥന കാണിച്ചു കൊടുക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ഞാൻ പറയുമ്പോൾ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ ഇതിനിടയിൽ വന്നു നിൽക്കുന്നുണ്ട്. മുസ്ലിങ്ങളായ മുഴുവൻ ആളുകൾക്കും പരിശുദ്ധ ഖുർആനിൽ നിന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്ന് എന്നോട് ചോദിച്ചാൽ അത് മുഴുവനായിട്ടും എല്ലാ മുസ്ലിങ്ങൾക്കും അത് സാധിക്കും എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ഈ അടുത്ത സമയത്ത് 2 ആഴ്ച മുമ്പ് ഒരു ഞായറാഴ്ച ഞാൻ കോയമ്പത്തൂരിലേക്കുള്ള ഒരു യാത്രയിൽ, ട്രെയിനിലുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ സഹയാത്രികനായിട്ടുണ്ടായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം കണ്ണൂരിൽ നിന്ന് ആ ട്രെയിനിൽ കയറിയതാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഖുർആൻ മുഴുവനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഹാഫിളാണ് എന്ന് പറഞ്ഞു. ഖുർആൻ മുഴുവനായിട്ട് പഠിച്ച ഒരു സഹോദരൻ എന്ന നിലയിൽ വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹത്തോട് സംസാരം തുടങ്ങിയത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ പഠിച്ച ഖുർആനിന്റെ 6236 വചനങ്ങളും ഒരു മനുഷ്യായുസിൽ അത് പരിപൂർണമായിട്ട് ഹിഫ്ളാക്കാൻ സാധിക്കുക എന്നത് ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ദറജയാണ്, മഹത്വരമാണ്. എന്നാൽ നിങ്ങൾ ഈ പഠിച്ച മുഴുവൻ ആയത്തുകളുടെയും അർത്ഥം നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പഠിച്ച ഒരൊറ്റ ആയത്തിന്റെയും അർത്ഥം പഠിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചോ പറഞ്ഞു, ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് അർത്ഥം പഠിക്കുന്ന സമ്പ്രദായമില്ല. ഇനി അർത്ഥം പഠിക്കണമെങ്കിൽ അതിന് വേറെ ചേരണം. ഞാൻ ഹിഫ്ള് കഴിഞ്ഞു പുറത്തിറങ്ങി, ഇപ്പോൾ ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആയത്തുകളുടെ അർത്ഥം അറിയാതെ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് വല്ല ശാന്തിയും ലഭിക്കുമോ? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ലഭിക്കുക? ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇമാമായിട്ട് നമസ്കാരത്തിന് നിൽക്കാൻ കഴിയും, ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയും. അത് നിങ്ങളുടെ ഒരു ജോലി, ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഉപജീവന മാർഗം എന്നല്ലാതെ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് എന്തു നേട്ടം ലഭിച്ചു? അദ്ദേഹത്തിന് മറുപടിയില്ല. ഞാൻ ചോദിച്ചു, ഈ ഭൂമി ലോകത്ത് നിന്ന് ആദ്യമായിട്ട് മനുഷ്യരുടെ പൂർവ്വപിതാവായ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അവർ ചെയ്ത തെറ്റിനു പരിഹാരമായിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ ഈ പഠിച്ച 6236 ആയത്തിൽ ഒരായത്താണ്. ആ ആയത്ത് ഏതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. എന്തുകൊണ്ടാണ്? ഏതാണ് ആ പ്രാർത്ഥന? ആ പ്രാർത്ഥനയുടെ പശ്ചാത്തലം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ് എന്ന് അറിഞ്ഞാലേ ആ പ്രാർത്ഥന ഏതെന്ന് അറിയുകയുള്ളൂ. ആ പ്രാർത്ഥന അടങ്ങുന്ന ആയത്തടക്കമാണ് 6236 ആയത്ത്. അത് അദ്ദേഹത്തിന് മനഃപ്പാടമാണ്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതാണ് എന്ന് ചോദിച്ചാൽ ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കിയ ഒരു സഹോദരന് പോലും അത് ഇന്ന പ്രാർത്ഥനയാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ സാധാരണക്കാരായ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന അറിയും എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാവുകയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങളാണോ അവര് ഈ കാര്യത്തിൽ ഒരുപാട് അറിവുള്ളവരായിരിക്കണം എന്നതാണ് മുസ്ലിം ആവുക എന്നതിന്റെ ലക്ഷ്യം. കേവലം പേരുകൾ കൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ ഇങ്ങനെ ജീവിച്ച് മുസ്ലിമായി മരിച്ചു പോകുന്നു എന്ന ഒരു തരത്തിലല്ല ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് വഴിയെ ഞാൻ അതിന്റെ ചില കാര്യങ്ങൾ പറയാം.
ഞാൻ പറഞ്ഞു വന്നത്, ആദം നബി അലൈഹിസ്സലാം ആദ്യമായിട്ട് അവർക്ക് പറ്റിയ ഒരു അബദ്ധത്തിൽ, ഒരു തെറ്റിൽ പരിഹാരമുണ്ടാവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളയാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ആദം നബിക്ക് അള്ളാഹു ചില കലിമാത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു. അത് വെച്ച് ആദമും ഹവ്വയും അവര് ഇരുവരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. സൂറത്തു അറാഫിലെ അതിന്റെ 23-ാമത്തെ വചനത്തില് അല്ലാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥന ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കേൾപ്പിക്കുകയാണ്. മുഴുവൻ മനുഷ്യരുടെയും പൂർവ്വപിതാവായ ആദം നബി അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ അങ്ങേയറ്റം നഷ്ടക്കാരിലായി പോകുമല്ലോ അല്ലാഹ്. ഈ പ്രാർത്ഥന ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ അവർക്ക് ഇരുവർക്കും അള്ളാഹു അവരുടെ പാപം പൊറുത്തു കൊടുത്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. അപ്പൊ ആദ്യമായിട്ട് മനുഷ്യൻ അവന്റെ സ്രഷ്ടാവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു അവർക്ക് പരിഹാരമായി പാപം പൊറുത്തു കൊടുത്തു. ഇനി പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ വന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പല അധ്യായങ്ങളിൽ ഒരുപാട് ആയത്തുകളിലായിട്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനത അവർ ചെയ്തിരുന്നത്, അവർക്ക് മുന്നേ മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളുടെ ഖബറിന്റെ അടുത്ത് ചെന്നിരുന്ന് ആ ഖബറിൽ കിടക്കുന്നവരോട് സങ്കടം പറയുക, അവരോട് ദുആ ചെയ്യുക, അവരോട് സഹായം തേടുക എന്ന സ്വഭാവക്കാരായിരുന്നു നൂഹ് നബിയുടെ ജനത. അതിനു മുമ്പ് നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇല്ല. വിഗ്രഹങ്ങളെ വെച്ചു വിഗ്രഹാരാധന നടത്തുന്ന ആളുകൾ, ബഹുദൈവാരാധകരായ ആളുകളില്ല. പിന്നെയോ യഹൂദികളോ നസാറാക്കളോ ഒന്നും ആ കാലഘട്ടത്തിലില്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലൂടെ വന്ന ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ഒക്കെ ശിഷ്യന്മാരായി വന്ന മഹാന്മാരായ വദ്, സുവാ, യഊഖ്, യഊസ്, നസ്ർ എന്നിത്യാദി പേരിൽ അറിയപ്പെടുന്ന മഹാന്മാരായ ആളുകൾ മരിച്ചപ്പോൾ അവരുടെ ഖബറുകളെ ഇവർ ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റാൻ തുടങ്ങി. ആ ഖബറിൽ കിടക്കുന്ന ആളുകളോട് സങ്കടം പറയാൻ തുടങ്ങി. അവരടുത്തേക്കാണ് നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു അയക്കുന്നത്. നൂഹിന്റെ ദൗത്യം ആ ജനതയോട് പറയണം, കൂട്ടരെ, നിങ്ങൾ ഈ ഖബറിൽ കിടക്കുന്നവരോടല്ല സങ്കടം പറയേണ്ടത്. നിങ്ങളുടെ മുഴുവൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും എന്തുമാവട്ടെ, അത് പറയാൻ നിങ്ങൾക്കൊരു അല്ലാഹു ഉണ്ട്. ആ റബ്ബിനോട് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയേണ്ടത്. അതിന് ചില കാരണങ്ങളും നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. അല്ലാഹു അല്ലേ നിങ്ങൾക്ക് മക്കളെ തരുന്നത്, അല്ലാഹു അല്ലേ നിങ്ങൾക്ക് മഴ തരുന്നത്, അല്ലാഹു അല്ലേ നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. ഇങ്ങനെ ഒരുപാട് അള്ളാന്റെ അനുഗ്രഹങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാം ആ ജനതയോട് എടുത്തു പറഞ്ഞു. പക്ഷേ ആ ജനത അത് തീരെ ഉൾക്കൊണ്ടില്ല. നോക്കൂ, ഇതിനൊരു ഉദാഹരണമായിട്ട് ഇന്ന് നമുക്ക് വേഗം മനസ്സിലാവാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് കേരളത്തിലുള്ള മുജാഹിദുകളായ ആളുകൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട, അവരുടെ അയൽവാസികളിൽപ്പെട്ട ഖബറിൽ ചെന്ന് സഹായം തേടുന്ന, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളോട് പറയും, കൂട്ടരെ, നിങ്ങൾ ഈ ജാറങ്ങളിലേക്കല്ല പോകേണ്ടത്. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ, നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്കാണ് മടങ്ങേണ്ടത്. ആ റബ്ബല്ലേ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലാഹുവോട് മാത്രം പറയണേ എന്ന് മുജാഹിദുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങളായ സുഹൃത്തുക്കളോട് പറയുന്നതിനേക്കാൾ ഒരല്പം കൂടി കാര്യ ഗൗരവത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞു, നിങ്ങൾ ഈ ഖബറിന്റെ അടുത്ത് വന്ന് ഇവരോടല്ല പ്രശ്നങ്ങൾ പറയേണ്ടത് എന്ന്. പക്ഷെ ആ ജനത അത് തീരെ മനസ്സിലാക്കിയില്ല. ആ ജനത പറഞ്ഞു, നൂഹേ, ഇതൊരു പുത്തൻ വാദമാണ്, നീ ഒരു പുതിയ വാദവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അള്ളാഹു മാത്രം മതി എന്ന് നീ പറയുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല.
ഒദ്ദിനെയും സുവായിനെയും അഴൂക്കിനെയും നസുറിനെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. കാരണം ഞങ്ങൾ ഇവരോടാണ് എല്ലാ പ്രശ്നങ്ങളും പറയുന്നത്, ഇവരെയാണ് ഞങ്ങൾ പ്രശ്നത്തിന് പരിഹാരമായി കണ്ടിട്ടുള്ളത്, അള്ളയാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹിനെ പറ്റി നീ തരത്തിൽ ഞങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നീ മര്യാദക്കാരനാണെങ്കിൽ പൊയ്ക്കോ, അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളിൽ നിന്ന് നന്നായിട്ട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. ആ ജനത വല്ലാതെ പീഡിപ്പിച്ചു നൂഹ് നബിയെ. 950 കൊല്ലം നൂഹ് നബി ആ ജനതയോട് പറഞ്ഞു, കൂട്ടരെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക്, നിങ്ങൾ ഈ കബറിൽ കിടക്കുന്നവരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ജനത അങ്ങേയറ്റം നൂഹ് നബി അലൈഹി സ്വലാമിനെ തള്ളിപ്പറഞ്ഞു. നൂഹ് നബിയെ ഒരുപാട് പീഡിപ്പിച്ചു, ഒരുപാട് പ്രതിസന്ധി ഉണ്ടാക്കി. അവിടെ നിന്ന് അവസാനമായിട്ട് നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹ് എന്നെ ഈ കളവാക്കുന്ന, എന്നെ ഈ പ്രശ്നത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഈ ജനതക്കും ഇവർക്കും ഇടയിൽ, എനിക്കുമിടയിൽ നീ ഒരു തീരുമാനം കൈക്കൊള്ളില്ലേ അല്ലാഹ്? റബ്ബേ, നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ് അല്ലാഹ്, നീ എന്നെ സഹായിക്കണേ എന്ന് നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂൻ എന്ന് പറയുന്ന അധ്യായത്തിൽ അതിന്റെ 24, 25, 26, 27, 28 വചനങ്ങളിൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അതുപോലെ അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ശുഅറായിൽ കൊടുത്തിട്ടുണ്ട്, സൂറത്ത് നൂഹിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റു ചില അധ്യായങ്ങളിൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്ര സംഭവം പറയുന്നിടത്തൊക്കെ നൂഹ് നബിയുടെ ജനതയുടെ സ്വഭാവവും നൂഹ് നബി അവരോട് പറഞ്ഞ കാര്യവും വളരെ കൃത്യമായിട്ട് കാണാം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല നൂഹ് നബിയോട് പറഞ്ഞു, നൂഹേ, എങ്കിൽ നീ ഒരു കപ്പൽ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നൂഹ് നബി അലൈഹി സ്വലാം കപ്പലിന്റെ പണി തുടങ്ങുന്നത്. ആ കപ്പലിന്റെ പണി തുടങ്ങുന്നത് ആ ജനത കണ്ടപ്പോൾ അവരിങ്ങനെ വരാൻ തുടങ്ങി നൂഹിന്റെ അടുത്തേക്ക്. വന്നിട്ട് പറഞ്ഞു, നൂഹേ, നിനക്ക് പിരാന്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞു, നിന്നെ പരിഹസിച്ചപ്പോ, നിന്നെ ഒഴിവാക്കിയപ്പോ നിനക്കു മാത്രമാണ് അതിൽ സംശയം ഉണ്ടായിരുന്നത്, നിനക്ക് ഭ്രാന്തുണ്ടോ? കാരണം അങ്ങനത്തെ ഒരു വർത്താനാ നീ പറഞ്ഞത്, അള്ളാഹ് മാത്രം മതി എന്നാ നീ പറയണത്, ഇവിടെ കിടക്കുന്ന മഹാന്മാരോടൊന്നും പറയണ്ടെന്നാ നീ പറയണത്. അതുകൊണ്ട് തന്നെ നിനക്ക് കുരുത്തക്കേട് തട്ടിയിട്ടുണ്ട്, നിനക്ക് നിന്റെ സ്വഭാവത്തിന് പ്രശ്നം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന കപ്പൽ തന്നെ, ഈ പണി തന്നെ പ്രാന്തം പണിയല്ലേ? എവിടെ നിന്ന് വെള്ളം വരുമെന്ന് വിചാരിച്ചിട്ടാണ്, ഏത് അടുപ്പിൽ നിന്ന് വെള്ളം വരുമെന്ന് വിചാരിച്ചിട്ടാ നൂഹേ നീ കപ്പലിന്റെ പണി തുടങ്ങുന്നത് എന്ന് ആ ജനത ചോദിച്ചതുപോലെയാണ് അല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. നൂഹേ വഫാറത്തന്നൂർ, അതേ അടുപ്പിൽ നിന്ന് തന്നെ പ്രളയം വരാൻ തുടങ്ങും. അടുപ്പിൽ നിന്ന് തന്നെ പ്രളയം വരാൻ തുടങ്ങുമ്പോ എന്റെ വഹയിനനുസരിച്ച്, എന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ആ കപ്പലിലേക്ക് ഞാൻ പറയുന്നവരെയും കൂട്ടി നീ രക്ഷപ്പെട്ടോ. അങ്ങനെ പ്രളയം വന്നു, കപ്പലിന്റെ പണി കഴിഞ്ഞു, പ്രളയം വന്നു. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കൂടെയുള്ള വളരെ ചെറിയ ഒരു സംഘം ആളുകളെയും കൂട്ടി നൂഹ് നബി ആ കപ്പലിലേക്ക് കയറി. ആ കപ്പലിനെ അള്ളാഹു വളരെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് ഇറക്കി കൊടുത്തു അവരെ. ആ കപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോ നൂഹ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹിന്റെ കൽപ്പന വീണ്ടും വരികയാണ്. സൂറത്ത് മുഅ്മിനൂനിൽ കാണാം, ഇറങ്ങുന്ന സമയത്ത് നൂഹേ നീ പറയണം, ഖുലിൽ ഹംദുലില്ലാഹ്, അള്ളാഹുവിന് മാത്രമാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിറങ്ങിക്കോ. പിന്നെയും പ്രാർത്ഥനയുടെ വചനങ്ങൾ അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. സുരക്ഷിതമായി നിന്നെ ഇറക്കി തന്ന റബ്ബിനോട് നീ വീണ്ടും ശുക്ർ എന്ന് പറയുന്ന ആയത്തുകൾ അതിന്റെ അടുത്ത് വരുന്നുണ്ട്. പറഞ്ഞു വന്നത്, നൂഹ് നബി അലൈഹി സ്വലാമിന് ഒരു പ്രതിസന്ധി വന്നപ്പോ, പ്രയാസം വന്നപ്പോ നൂഹ് നബി അലൈഹി സ്വലാമും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് മാത്രം. പിന്നെ കാണാം പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണാധികാരിയായ നമ്രൂദും അവന്റെ ആളുകളും പിടിച്ചുകെട്ടി. ആളുകളുടെ മുഴുവനും ആക്ഷേപം കൂടി. ആ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെതിരെ ആക്ഷേപം പറയാൻ തുടങ്ങി. ഇവനൊരു വല്ലാത്ത തീവ്രവാദിയാണ്, ഇവന് പ്രശ്നക്കാരനാണ്, ഇവൻ നമ്മളുണ്ടാക്കി, നമ്മൾ മനസ്സിലാക്കിയ, നമ്മുടെ കരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഈ വിഗ്രഹ രൂപങ്ങളെ ആരാധിക്കാൻ പാടില്ല, നിങ്ങളുടെ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നവനാണ്. അതുകൊണ്ട് ഇവൻ വല്ലാത്ത പ്രശ്നക്കാരനാണ് എന്നുള്ള വല്ലാത്ത കംപ്ലൈന്റ് വന്നപ്പോൾ ആ രാജ്യത്തിന്റെ രാജാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അറസ്റ്റ് ചെയ്തു. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞത്? കൂട്ടരെ, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തുന്ന ഒന്നിനെയാണോ നിങ്ങളുടെ ആരാധ്യനായിട്ട് നിങ്ങൾ കാണുന്നത്? അല്ല,
നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ സംരക്ഷിക്കുന്ന, ഈ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനായ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, പറ്റൂല, നിനക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പിടിച്ചു കെട്ടിയെന്ന വിവരം അറിഞ്ഞപ്പോ ആളുകൾ മുഴുവനും വരികയാണ്, കാണാൻ വരികയാണ് ഇബ്രാഹിം നബീനെ. വരുന്ന ആളുകൾ മുഴുവനും വിളിച്ചു പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഹർരിഖൂഹു ഹർരിഖൂഹു, ഇവനെ വേഗം തീയിലിട്ട് കരിച്ചാളിട്ടോ, എത്രയും പെട്ടെന്ന് കരിച്ചു ചാമ്പലാക്കി കളയണം ഇബ്രാഹിമിനെ. ഇവിടെ നിന്ന് വിട്ടാ പിന്നെ അവനെ കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇവനെ പെട്ടെന്ന് തന്നെ തീയിലിട്ട് കരിക്കണമെന്ന് ജനങ്ങൾ വരുന്നവർ മുഴുവനും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യമതാ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അംബിയയിലെ 68-ാമത്തെ വചനത്തിൽ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു ഈ കാര്യം. വരുന്ന ജനങ്ങൾ പറയാണ്, ഹർരിഖൂഹു, വേം അവനെ കരിച്ചാളെയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് യാതൊരു സഹായികളും അവിടെ ഇല്ല, കൂടെ ആരുമില്ല. എല്ലാവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെതിരാണ്. സ്വന്തം പിതാവും കുടുംബവും ഉള്ള ആളുകൾ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അപ്പുറത്താണുള്ളത്. അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എന്റെ സ്രഷ്ടാവ്, എന്റെ റബ്ബ്, എന്റെ അല്ലാഹ്, എന്റെ ഈ പ്രതിസന്ധി സമയത്ത് എന്റെ പ്രശ്നങ്ങൾ എനിക്ക് പറയാൻ, അത് കാണുവാൻ, അതിനു പരിഹാരമുണ്ടാക്കുവാൻ എന്റെ റബ്ബിനോളം മതിയായവനായി മറ്റാരും എനിക്കില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന അതാ ഉണ്ടായത്. എന്ത് പ്രതിസന്ധി, തീയിലിട്ടെന്നെ കരിക്കുകയാണോ? അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബ്. ആ റബ്ബിനോടാണ് എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് അവൻ എനിക്ക് മതിയായവനാണ്. അള്ളാഹിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. ആ സമയത്ത് അള്ളാഹ് അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കത്തിക്കരിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ തീയിനോട് അള്ളാഹുവിന്റെ കൽപ്പന വന്നു. ഖുൽനാ, നാം പറഞ്ഞു ആ തീയിനോട്, യാ നാർ കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, കത്തി നിൽക്കുന്ന തീയെ നീ ഇബ്രാഹീമിന് സമാധാനവും തണുപ്പുമായാൽ മതി എന്ന് അള്ളാഹുവിന്റെ നിയമം ആ തീയിനു വന്നു. അത് അല്ലാഹ് പരിശുദ്ധ ഖുർആനില് സൂറത്തു അംബിയയിലെ 69-ാമത്തെ വചനമായി അതാ നമുക്ക് അല്ലാഹ് പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രം പരിശുദ്ധ ഖുർആനിൽ കാണാം. മൂസാ നബി അലൈഹിസ്സലാം ഫിറഔന്റെ തടവറയിൽ നിന്ന് ഇസ്രായേലി മക്കളുമായിട്ട് രക്ഷപ്പെട്ടു വരികയാണ്. ആ തടവറയിൽ നിന്ന് കിട്ടിയ ചാൻസിന് രക്ഷപ്പെടുകയാണ്. ഫിറഔന്റെ കണ്ണ് വെട്ടിച്ചാണ് പോരുന്നത്. എവിടേക്കാണ് ഓടേണ്ടത് എന്നതിന് കൃത്യമായ ഒരു ലക്ഷ്യമൊന്നും മൂസാ നബിക്കുണ്ടായിരുന്നില്ല. കിട്ടിയ ചാൻസിന് അവർ ഓടി രക്ഷപ്പെട്ടതാ. ആ ഓട്ടം അങ്ങനെ ഓടി ഓടി അവർ ചെന്നു നിന്നത് കടലിന്റെ മുമ്പിലാണ്. ഇനി അങ്ങോട്ട് വഴിയില്ല, വഴിയടഞ്ഞു, കടൽ നിൽക്കുകയാണ്. മൂസയുടെ കൂടെ തടവറയിലുണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ട വിവരമറിഞ്ഞ ഫിറഔൻ അതാ മൂസയുടെ പിന്നാലെ തന്റെ സൈന്യത്തെയും കൂട്ടി പിന്നാലെ വരികയാണ്. കടലിന്റെ മുമ്പിൽ അവിടത്തെ വഴി തടഞ്ഞു നിൽക്കുന്ന മൂസാ നബിയോട് മൂസാ നബിയുടെ കൂടെ വന്ന ജനത തിരിഞ്ഞു നോക്കുമ്പോ ഫിറഔന്റെ സൈന്യത്തെ കണ്ടപ്പോ ഖാല അസ്ഹാബു മൂസാ, മൂസയുടെ ആളുകൾ പറഞ്ഞു, ഇന്നാല മുദറകൂൻ, മൂസ നമ്മൾ കുടുങ്ങിപ്പോയില്ലേ, മുമ്പിലതാ കടലാണ്, പിന്നിലതാ സൈന്യവുമാണ്, പിടിക്കപ്പെട്ടല്ലോ മൂസ എന്ന് സങ്കടം പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞ മറുപടി ഈ പറഞ്ഞതും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. മൂസ നമ്മൾ പിടിക്കപ്പെട്ടു. സൂറത്തു ശുഅറായിലെ 61, 62 വചനങ്ങളിൽ അല്ലാഹ് ഈ കാര്യം നമ്മളോട് പറഞ്ഞു തരികയാണ്. അതിന്റെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, മൂസാ നബി ആ ജനതയോട് പറഞ്ഞു, ഖാല കല്ലാ, നമ്മൾ കുടുങ്ങി എന്ന് നിങ്ങൾ പറയല്ല, അങ്ങനെയല്ല, കാര്യം അങ്ങനെയല്ല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ,
എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവൻ തീർച്ചയായിട്ടും ഒരു വഴി ഇവിടെ കാണിച്ചു തരും. കണ്ടോ നിങ്ങള്? എന്താ മൂസാ നബിന്റെ പ്രതീക്ഷ? മുമ്പിൽ കടലാണ്, പിന്നിൽ സൈന്യമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് ഒരു വഴി മാർഗമില്ലാത്ത പ്രതിസന്ധിയുടെ ഏറ്റവും മൂർത്തമായ ആ അവസ്ഥയിൽ പോലും മൂസാ നബി അലൈഹിസ്സലാമിയുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും അല്ലാഹുവിനോട് മാത്രമാണ്. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. ഉടനെ അതാ അല്ലാഹുവിന്റെ അരുൾപ്പാട് വരികയാണ്. മൂസാ ഫഔഹൈനാ ഇലാ മൂസാ, അപ്പോൾ അല്ലാഹു മൂസാ നബിക്ക് വഹ്യ് കൊടുത്തു. മൂസാ നിന്റെ കയ്യിലെ വടി കൊണ്ട് കടലിനെ അടിക്ക്, മൂസാ അടിക്ക്. മൂസാ നബി അല്ലാഹുവിന്റെ വഹ്യ് കിട്ടിയ മാത്രയിൽ അതാ തന്റെ കയ്യിലെ വടി കൊണ്ട് കടലിനടിക്കുകയാണ്. കടലതാ രണ്ടു ഭാഗത്തേക്ക് മാറിക്കൊടുക്കുകയാണ്. മൂസാ നബിക്കും തന്റെ അനുചരർക്കും അവിടുന്ന് വഴി നടന്നു പോകുവാനുള്ള വഴി ഒരുക്കി കടൽ കൊടുത്തു. അവരാ വഴിയിലൂടെ അപ്പുറത്തേക്ക് രക്ഷപ്പെട്ടു. അതാ വഴി കണ്ടു വരുന്ന ഫിറഔനും സംഘവും ആ വഴിയിലൂടെ പ്രവേശിച്ചപ്പോൾ ലോകത്തിന്റെ മുമ്പിൽ ഇത്രമാത്രം അഹങ്കാരിയായ ഒരു ഭരണാധികാരി മറ്റുണ്ടായിട്ടില്ലാത്തത്ര അന റബ്ബുകുമുൽ അഅ്ലാ, ഞാൻ തന്നെയാണടോ ലോകത്തിന്റെ നാഥൻ, ഞാൻ തന്നെയാണടോ ലോകത്തിന്റെ റബ്ബ് എന്ന് പറഞ്ഞ ഫിറഔനും സംഘവും വളരെ നിസ്സാരമായിക്കൊണ്ട് ആ കടലിൽ കിടന്നതാ വെള്ളം തിരിച്ചു വന്ന് മൂടി അവിടെ അവസാനിച്ചു പോവുകയാണ്. അപ്പോ ആദം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന പറഞ്ഞു, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രതീക്ഷയും പ്രാർത്ഥനയും പറഞ്ഞു. സഹോദരങ്ങളെ, സൂചിപ്പിച്ചു വന്നത് മൂസാ നബി അലൈഹി സ്വലാമിന്റെയും പ്രാർത്ഥനയും പ്രതീക്ഷയും അള്ളാഹുവിനോട് മാത്രമാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അവരൊക്കെയും മുസ്ലിങ്ങളായിരുന്നു എന്നതുകൊണ്ടാണ്. അവരൊക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പ്രയാസം ഉണ്ടായാലും പ്രാർത്ഥിക്കുവാൻ പ്രതീക്ഷിക്കുവാൻ അല്ലാഹു മാത്രമാണ് ഉള്ളത് എന്നാണ് ഈ ചരിത്രങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത്. ഇനിയോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബദറിലേക്ക് പുറപ്പെട്ട വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവം, മുസ്ലിം ലോകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. ബദർ വലിയ സംഭവമാണ് എങ്കിലും ബദരീങ്ങൾ ആരാണ് എന്ന് ഇപ്പോഴും മുസ്ലിം ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബദരീങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ആരാണ് ബദരീങ്ങൾ എന്ന് ചോദിച്ചാൽ സത്യമായിട്ട് പറയാണ്, ഞാൻ ഒരുപാട് ആളുകളോട് നിരന്തരം സംസാരിക്കുന്ന ആളാ, യാത്രയിലും ഒക്കെ. 4 ആളെ കിട്ടിക്കഴിഞ്ഞ് ഒരുത്തുള്ളിരിക്കുകയാണെങ്കിൽ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കും. അതിൽ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പല ആളുകളോടും, ആരാണ് ബദരീങ്ങൾ എന്ന് അറിയോന്ന്. മുസ്ലിങ്ങളോട് കേട്ടോ, മുസ്ലിങ്ങളായ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? പല ആളുകളിൽ നിന്നും എനിക്ക് കിട്ടിയ മറുപടി, ബദരീങ്ങൾ പാപ്പാന അറിയാത്തവരാരാ ഉള്ളതെന്നാ. ആരാ ബദരീങ്ങൾ പാപ്പാന്നാ? അധികം ഉമ്മമാരും ഉപ്പമാരും വിചാരിച്ചിരിക്കുന്നത് ഏതോ ഒരു ഉപ്പാപ്പയാണ് ഈ ബദരീങ്ങൾ എന്നാ. നമ്മള് മമ്പർത്തപ്പാപ്പ, യാവും തങ്ങൾ ഉപ്പാപ്പ എന്നൊക്കെ പറയണ പോലത്തെ ഏതോ ഒരു ഉപ്പാപ്പയാണ് ബദരീങ്ങൾ എന്ന് വിചാരിച്ചിരിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അത് അതേപോലെ വിശ്വസിച്ച് മരിച്ചുപോയ എത്ര ആൾക്കാരുണ്ട്. ബദരീങ്ങൾ അറിയാതെ ഒരു മുസ്ലിം മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓന്റെ അവസ്ഥ എന്താ? ഓനെ പോലെ നിർഭാഗ്യവാനായ ഒരു മനുഷ്യൻ വേറുണ്ടോ? ബദരീങ്ങളെ അറിയാതെ ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ബദരീങ്ങൾ അറിയാതെ ഓൻ എന്ത് മുസ്ലിമാ? എങ്ങനെ ബദരീങ്ങൾ അറിയാതെ ഒരാൾ മുസ്ലിം ആവുക? ബദരീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം 300 ചില്ലറ ആളുകളാണ്. അത് ഒരാളല്ല, ഒരു പാപ്പല്ല. അതുകൊണ്ട് തന്നെ ബദരീങ്ങൾ പാപ്പ എന്നുള്ള വിളി തന്നെ എവിടുന്നോ കടന്നു വന്നതാ. ബദരീങ്ങളെ എന്നുള്ള വിളിയും ബദരീങ്ങൾ പാപ്പ എന്നുള്ള വിളിയൊക്കെ വന്നതാ. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ആ ബദറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് എത്തുന്നത് ഒരു കാരണവശാലും ഒരു വലിയ ഒരു യുദ്ധം പ്രതീക്ഷിച്ചുകൊണ്ടേ അല്ല, ഒരു യുദ്ധത്തിനുള്ള യാത്രയേ അല്ല റസൂലുള്ളാഹി ബദറിലേക്ക് പോയത്. ബദറിലേക്ക് പോവാനുണ്ടായ കാരണം കൂടി ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്ന് ഹിജ്റയായി അവിടുന്ന് തങ്ങളുടെ സമ്പത്ത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹിനൊപ്പം മദീനയിലേക്ക് വന്ന മുഹാജിറുകളായ സ്വഹാബിമാർ,
അവരുടെ മുഴുവൻ സമ്പത്തും അവരുടെ ഉടമസ്ഥയിലുള്ള തോട്ടങ്ങളും അവരുടെ വീടുകളും ഒക്കെ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ, അവിടുത്തെ മുശ്രിക്കുകളായ ആളുകൾ കൈവശപ്പെടുത്തി, അവരുപയോഗപ്പെടുത്തി ഈ പോയ ആൾക്കാരുടെ സമ്പത്തൊക്കെ. എന്നിട്ടും അവർ പറഞ്ഞു, നിങ്ങൾ മദീനയിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം, അവിടെ വലിയ സുഖത്തിലൊന്നും കഴിയാൻ നിങ്ങളെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, മക്കയുടെ അതിർത്തിയിൽ അവർ വലിയ ഒരു ബോർഡ് വെച്ചു, മുഹമ്മദിന്റെ കൂടെ മക്ക വിട്ട് മദീനയിലേക്ക് പോയ ഒരുത്തനും ഈ മക്കയിലേക്ക് തിരിച്ചു പ്രവേശിക്കരുത്, മക്കയിലേക്ക് കടക്കാൻ പാടില്ല എന്ന് ബോർഡും വെച്ചു. ഇങ്ങനെ ഉപരോധത്തിന്റെയും ഭീഷണികളുടെയും ഒക്കെ ഒരു സമയമായപ്പോ റസൂലുള്ളാഹ് തന്റെ കൂടെയുള്ള 300 ചില ആളെയും കൂട്ടിയിട്ട് ബദറിലേക്ക് പോവുക. എന്തിനാ പോകുന്നത്? അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് കച്ചവടത്തിന് പോയ സംഘം തിരിച്ചു വരുമ്പോൾ, നിങ്ങൾ ഈ മദീനയിലും ഞങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കച്ചവട സംഘം ഇതുവഴിയാണ് കടന്നു പോവുക, അത് നിങ്ങൾക്കും അത്ര സുഖകരമാവുകയില്ല എന്ന ഒരു താക്കീത് കൊടുക്കാനാണ് ബദറിലേക്ക് റസൂലുള്ളാഹ് പോകുന്നത്. അതല്ലാതെ ഒരു യുദ്ധത്തിന് പോയതേ അല്ല. പക്ഷെ അബൂ സുഫിയാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ബദറിലുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ വഴിമാറി മക്കയിലേക്ക് പോയി. ആ വഴിമാറി പോയി വരുമ്പോൾ റസൂലുള്ളാഹിക്ക് അറിയില്ല. റസൂലുള്ളാഹ് കാത്തിക്കാണ്, ഇപ്പൊ വരും എന്ന് വിചാരിച്ചിട്ട്. എന്തേ? റസൂലുള്ളാഹിക്ക് മറഞ്ഞ കാര്യം അറിയില്ല. ഇങ്ങനെ നോക്കിയിട്ട് ഷാമ് വരെ നോക്കിയിട്ട് അബൂ സുഫിയാനും സംഘം എന്നെ സ്ഥലത്ത് എത്തിക്കണെന്ന് പറയാൻ പറ്റുന്ന ഒരു അദൃശ്യ ജ്ഞാനം റസൂലുള്ളാഹിന്റെ കണ്ണിനില്ല. അള്ളാഹിന്റെ വഹയിലൂടെ ലഭിക്കുന്നത് മാത്രമാണ് റസൂലുള്ളാഹിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാനെയും സംഘത്തെയും പ്രതീക്ഷിച്ച റസൂലുള്ളാഹ് അവർ വഴിമാറിപ്പോയതൊന്നും അറിഞ്ഞില്ല. അബൂ സുഫിയാൻ ഒരു സംഘത്തെ മക്കയിലേക്ക് വിട്ടിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ബദറിലേക്ക് വരണം, അവിടെ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി വലിയൊരു സംഘം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. കേട്ട മാത്രയിൽ മക്കയിൽ നിന്ന് വലിയ ഒരു സൈന്യം 1000-ഓളം വരുന്ന ആളുകൾ ബദറിലേക്ക് എത്തി. അവരുടെ മുമ്പിലാണ് റസൂലുള്ളാഹിയും സഹാബാക്കളും നിൽക്കുന്നത്. വലിയ ഒരു സംഘം മുമ്പിൽ, തിരിഞ്ഞു പോകാൻ പറ്റാത്തത്ര അവരവിടെ ശരിക്കും ലോക്കായി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹ് മക്കയിൽ നിന്ന് തന്റെ കൂടെ വന്ന മുഹാജിറുകളായ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ വന്ന ലക്ഷ്യം മറ്റൊന്നായിരുന്നു, ഇവിടെ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് വേറെ ഒരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹ് നേതാവാണ്, മുഷാവറ കൂടുകയാണ്, അന്വേഷിക്കുകയാണ്. ഞാനാണ്ട് പറയണ നിങ്ങളാണ്ട് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ഏകാധിപതി സ്വഭാവക്കാരനായിരുന്നില്ല റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് തന്റെ അനുയായികളോട് ചോദിക്കുകയാണ്, എന്താ നമ്മൾ ഇവിടെ തീരുമാനിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം? മുഹാജിറുകളായി വന്ന ആളുകൾ അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, നിങ്ങളെയും അല്ലാഹുവിനെയും വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നബിയേ, നിങ്ങൾ എന്തൊരു കാര്യം ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് നബിയേ, നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങളത് അനുസരിക്കും. അപ്പൊ റസൂലുള്ളാഹ് മദീനയിൽ നിന്ന് വന്ന അൻസ്വാരികളായ നേതാക്കന്മാരെയും വിളിക്കുകയാണ്, അവരോടും ചോദിക്കുകയാണ്, നമ്മൾ എന്ത് തീരുമാനമെടുക്കണം? അൻസ്വാരികൾ പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്താണോ പറയുന്നത് അതുപോലെ ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങളിൽ നിന്നൊരു നന്ദികെട്ട പ്രവർത്തനവും ഒരു വർത്തമാനവും നിങ്ങൾക്കുണ്ടാവുകയില്ല. രണ്ടു കൂട്ടർ റസൂലുള്ളാഹിക്ക് കണ്ട സപ്പോർട്ട് കൊടുത്തു. ആ സന്ദർഭത്തിൽ അള്ളാഹിന്റെ റസൂല് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഇതാ ഈ ബദറിൽ ഒരുമിച്ച് കൂടിയ ഈ കൊച്ചു സംഘം, ഇവിടെ ഇവർ പരാജയപ്പെടുകയാണെങ്കിൽ ഈ ഭൂമി ലോകത്ത് പിന്നെ അല്ലാഹ് നിന്നെ മാത്രം ദുആ ചെയ്യുന്ന ഒരുത്തനും പിന്നെ ബാക്കിയില്ലല്ലോ. അല്ലാഹ് നീ നിന്റെ സഹായം ഈ ബദറിൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അള്ളാന്റെ റസൂല് ബദറിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹിനോട്. ആ പ്രാർത്ഥന അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് നീ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സഹായം ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കണം അല്ലാഹ്. പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹിന്റെ തോളിലുണ്ടായിരുന്ന മുണ്ട് റസൂലുള്ളാഹ് അറിയാതെ താഴേക്ക് വീണുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ ഓടി വന്നുകൊണ്ട് ആ മുണ്ടെടുത്ത് റസൂലുള്ളാഹിന്റെ തോളിലേക്ക് ഇട്ടുകൊടുത്തു. നബിയേ, അല്ലാഹുവിന്റെ രക്ഷയും അല്ലാഹുവിന്റെ നമ്മൾക്ക് സഹായവും ലഭിക്കും നബിയേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
ആ സന്ദർഭത്തില് റസൂലുള്ള അവിടുന്ന് 3 പ്രാർത്ഥനകളോടുകൂടി പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടി എന്നറിയുമോ? ബദരീങ്ങൾക്ക് വേണ്ടി. ആ ബദറിൽ റസൂലുള്ളാഹിന്റെ കൂടെ വന്ന ആളുകൾക്ക് വേണ്ടി റസൂലുള്ള 3 പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എന്തായിരുന്നു എന്നറിയുമോ? ഒന്നാമതായിട്ട് റസൂലുള്ള പറഞ്ഞത്, അല്ലാ, എൻ്റെ കൂടെ ഈ ബദറിലുള്ള എൻ്റെ സ്വഹാബിമാർ അവര് നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് ഓർമ്മയില്ല അല്ലാ, പട്ടിണി പാവങ്ങളാണ് അല്ലാ, അവർക്ക് നീ ഭക്ഷണം നൽകണേ അല്ലാ. അല്ലാ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ് അല്ലാ, അവർക്ക് നീ വസ്ത്രം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാ, കാലുകൾക്ക് അവർക്ക് പാദരക്ഷയില്ലാത്തവരാണ്, അവരുടെ കാലുകളിൽ അണിയാൻ ചെരുപ്പില്ലാത്തവരാ, അവർക്ക് നീ കാലുകളിലേക്ക് ചെരുപ്പ് കൊടുക്കണേ അല്ലാ. 3 പ്രാർത്ഥന തൻ്റെ കൂടെയുള്ള ബദരീങ്ങൾക്ക് വേണ്ടി അള്ളാന്റെ റസൂൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, റസൂലുള്ളാഹിക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു നബിയെ വിളിച്ച് റസൂലുള്ള സഹായം തേടിയോ? റസൂലുള്ളാഹിന്റെ മുമ്പ് എത്ര പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്രയെത്ര പ്രഗത്ഭരായിട്ടുള്ള പ്രവാചകന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. സുലൈമാൻ നബിയുണ്ട്, ഈസാ നബിയുണ്ട്, മൂസാ നബിയുണ്ട്. ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹി വന്നബിയ്യീന മിൻ ബഅദി വഔഹൈനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാതി വഈസാ വഅയ്യൂബ വയൂനുസ വഹാറൂന വസുലൈമാൻ വആതൈനാ ദാവൂദ സബൂറാ വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക വറുസുലൻ ലം നഖസ്സുസുഹും അലൈക വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. ഒരായത്തിൽ തന്നെ എത്ര പ്രവാചകന്മാരെ, പെരി പ്രവാചകന്മാരൊക്കെ റസൂലുള്ളാഹിക്ക് അറിയാം. അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അറിയിച്ചു കൊടുക്കാത്ത കുറേ പ്രവാചകന്മാരുണ്ട് എന്നും അള്ളാഹ് ഈ ആയത്തിൽ പറഞ്ഞു. വലം നഖ്സുസുഹും അലൈക്, ഒരുപാട് ആൾക്കാരെ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഈ പ്രവാചകന്മാരെ ഒക്കെ അറിയുന്ന റസൂലുള്ളാഹ് ആ ബദറിൽ വെച്ച് അള്ളാഹിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. എന്താ കാരണം? റസൂലുള്ളാഹ് മുസ്ലിമാണ്. റസൂലുള്ളാഹ് മുസ്ലിമാണ്. മുസ്ലിമായ ഒരാൾക്ക് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അത് പഠിപ്പിക്കാൻ വന്ന ആളാണ് റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹ് അവിടെ നിന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻഫാലില് അതിന്റെ 9-ാമത്തെ വചനമായിട്ട് അള്ളാഹ് ലോകാവസാനം വരുന്ന മുഴുവൻ മനുഷ്യർക്കും വായിച്ചിരിക്കാൻ അതിനുള്ള ആയത്ത് കൊടുക്കുകയാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നബിയേ, നിങ്ങൾ നിങ്ങളുടെ അല്ലാഹുവിനോട് ഇസ്തിഗാസ തേടിയ സന്ദർഭം, അതെ, അല്ലാഹുവിനോട് നിങ്ങൾ സഹായം തേടിയ സന്ദർഭം. അപ്പോൾ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയും അല്ലാഹുവിനോടായിരുന്നു.